ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ UK അനൗൺസ് ചെയ്തിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 9:30 ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ടൈമിൽ ഇത് പബ്ലിഷ് ചെയ്തു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് സിറ്റിസൺഷിപ്പ് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്ലോസുകൾ മെയിൻലി അവർ പുട്ട് ഫോർവേഡ് ചെയ്തത് അത് ലോ ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ അവരത് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 5 years to 10 year ആക്കി മാറ്റുകയാണ്. PR-ൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ 5 year to 10 year ആക്കി. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് നമ്മളുടെ ഡിപ്പെൻഡൻസിന് ഈ സ്കിൽഡ് വർക്കേഴ്സ് വിസയിലുള്ളവർക്ക് മാത്രമല്ല ഡിപ്പെൻഡൻസിനും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആക്കി. അത് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ വിസ സ്പോൺസർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇൻ്റർനാഷണലി വന്നിരിക്കുന്ന കെയർ വിസയിൽ വരുന്ന ആ കെയർ റൂട്ട് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് പറയുന്നത് എല്ലാം പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രീ റെക്വിസിറ്റ് 10 years ആക്കി മാറ്റുവാണ്. അതിൽ തന്നെ രാജ്യത്തിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലിയിലുള്ള അല്ലെങ്കിൽ ഹൈ സ്കിൽഡ് ജോലിയിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കും. ഡോക്ടേഴ്സ്, നഴ്സസ്, എൻജിനീയേഴ്സ്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവർക്കൊക്കെ കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പിന്നീട് അപ്പോൾ ഇതെല്ലാം ലോ ആക്കി ഇനി മാറേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇനി ഫർദർ ഈ ഇയറിൽ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 2025 ആണ് ഇത് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് റൂൾ കുറച്ചും കൂടെ വിപുലപ്പെടുത്തിക്കൊണ്ട് UK അത് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം പിന്നീട് 2026 മുതലുള്ള ആപ്ലിക്കേഷനുകളാകാം ഈ സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ് പ്രാബല്യത്തിൽ വരുന്ന, അതായത് പുതിയ റൂള് പ്രാബല്യത്തിൽ വരുന്ന 2026 മുതൽ തുടങ്ങുന്ന ആപ്ലിക്കേഷൻസ് ആകാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് വരാനുണ്ട്. ഏത് വർഷം തൊട്ട് ഈ വിസയിൽ അല്ലെങ്കിൽ ലോ സ്കിൽഡ് ജോബായിട്ടുള്ള കെയർ വിസയിലൊക്കെ കയറിയ ആളുകൾക്ക് ഏത് വർഷം തൊട്ട് കയറിയവർക്കാണ് ഇത് കൂടുതൽ ഇത് ഇംപ്ലിമെൻ്റ് ആകുമ്പോഴത്തേക്കിനും എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്നും